പ്രണയം പോലെ മനോഹരമായ ഒരു വികാരം മനുഷ്യനില്ല. എന്നാൽ മലയാളി പെൺകുട്ടികൾക്ക്, മലയാളി ആൺകുട്ടികളെ പ്രണയിക്കുക എന്ന് പറയുന്നത് വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. കാരണം അത് അവരുടെ ജീവന് പോലും ഭീഷണിയായേക്കാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. നമസ്കാരം. സോന എൽദോസ് എന്ന 23 വയസ്സുള്ള കോതമംഗലം സ്വദേശിനിയായ പെൺകുട്ടി, അവൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അതും ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ട്. ആ കുറിപ്പിൽ അവൾ വിശ്വസിച്ച് കൂടെ പോരുന്ന ആ യുവാവിൻ്റെ വീട്ടുകാർ തന്നെ മതം മാറ്റാൻ നിർബന്ധിച്ചു, പീഡിപ്പിച്ചു, മുറിയിൽ കൂട്ടിയിട്ടു. അവസാനം ഗത്യന്തരമില്ലാതെ അവൾ ആത്മഹത്യ ചെയ്യുന്നു. ഇതിന് ഒരു ലവ് ജിഹാദ് അല്ലെങ്കിൽ നിർബന്ധിത മതപരിവർത്തന ശ്രമം എന്നുള്ളൊരു ശ്രമത്തെ നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റില്ല. ആ ശ്രമം അവിടെയുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. അതിനിപ്പോൾ ഒരു സംഘടിതമായി ആരെങ്കിലും ആസൂത്രിതമായി ഈ യുവാവിനെ ഉപയോഗിച്ച് ഒരു പെൺകുട്ടിയെ പ്രണയിച്ച് മതം മാറ്റി ആ കുട്ടിയിലൊരു തൻ്റെ ഒരു കുട്ടിയെ ജനിപ്പിക്കുക എന്നുള്ളൊരു ഗൂഢ ആസൂത്രണത്തിൻ്റെ ഭാഗം അതിൻ്റെ പിന്നിൽ ഒരു പക്ഷേ ഉണ്ടാവണമെന്നില്ല. എന്നാൽ ഈ കുട്ടിയെ മതം മാറ്റാൻ വീട്ടുകാരെ പ്രേരിപ്പിച്ചത് നിലവിൽ നിൽക്കുന്ന ഒരു മതസാമൂഹിക അവസ്ഥയാണ്. കാരണം ആ വീട്ടുകാരെ ഒരു പക്ഷേങ്കിൽ മഹൽ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കും, പള്ളിയിൽ നിന്ന് അനഭിമതരാക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നങ്ങൾ ഈ മതങ്ങളിൽ, സംഘടിത സെമറ്റിക് മതങ്ങളിൽ നേരിടുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതവിടെ നിൽക്കട്ടെ. അതോടൊപ്പം തന്നെ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് കേരളത്തിൽ കാണാൻ പറ്റില്ല. കാരണം ഇവിടെ ഈ സോന എൽദോസ് എന്ന പെൺകുട്ടി റമീസ് എന്ന ചെറുപ്പക്കാരനെ പ്രണയിച്ചത് അദ്ദേഹം മുസ്ലിം ആയതുകൊണ്ടോ അതല്ലെങ്കിൽ ഇവൾ അറിഞ്ഞുകൊണ്ട് ക്രിസ്തുമത വിഭാഗത്തിൽപ്പെട്ടതുകൊണ്ടോ ഒന്നുമല്ല. പ്രണയം കൊണ്ട് തന്നെയാണ് മരിച്ചത്. അത് ഇന്നത്തെ സാഹചര്യം, ഇന്നിപ്പം കഴിഞ്ഞ തലമുറകളെ പോലെയല്ല. ഇന്ന് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമൊക്കെ യഥേഷ്ടം ഇടപഴകാനുള്ള അവസരമുണ്ട്. ഇപ്പോഴത്തെ ഈ മൊബൈൽ ഫോണിൻ്റെ സംവിധാനം കൊണ്ട് ഏത് സമയവും കണ്ടും കേട്ടും ഒക്കെ അവരുടെ സാന്നിധ്യം പരസ്പരം അറിയാനുള്ള സംവിധാനവും ഒക്കെ ഈ പ്രണയം എന്ന ആ ഒരു വൈകാരികതയുടെ അവസ്ഥകളുടെ സാധ്യത വിപുലമാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ ഇത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഏറ്റവും മനോഹരമായ മനുഷ്യവികാരങ്ങളിൽ ഒന്ന് തന്നെയാണ് പ്രണയം. ഈ പെൺകുട്ടി ഈ റമീസിനെ വിശ്വസിച്ച് ഇറങ്ങി തിരിച്ചതും അവൾ ആ ഒരു പൂർണ്ണ പ്രണയാതുരയായിട്ടാണ് ഇറങ്ങി തിരിച്ചത്. പക്ഷെ അവൾ വഞ്ചിക്കപ്പെട്ടു. അവിടെയാണ് ഇതിനെ മതത്തിൽ നിന്നും മാറ്റി നിർത്തിയിട്ട് തീർച്ചയായിട്ടും ആ ഒരു സാമൂഹിക വിഷയം നമ്മൾ അത് അഭിസംബോധന ചെയ്യേണ്ടതാണ്. കാരണം ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെ, മതങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദങ്ങളെ ഒഴിവാക്കുന്നതിന് സ്റ്റേറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? കാര്യം പരോക്ഷമായിട്ടാണ് ചിലപ്പോൾ ഇടപെടുക. അത് ചിലപ്പോൾ ഈ സമുദായത്തിൽ നിലനിൽക്കുന്ന ആ ഒരു സാമൂഹിക അവസ്ഥ അത് രക്ഷകർത്താക്കളുടെ ആയിരിക്കും വരുന്നത്. കാര്യം അവർക്കും സമൂഹത്തിൽ പിടിച്ചു നിൽക്കണം എന്നുള്ളതിൻ്റെ പേരിൽ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഈ സോന എൽദോസ് നേരിട്ട ഈ ഒരു അവസ്ഥ, ഈ പ്രണയിച്ച് സമ്പൂർണമായ മനസ്സോടുകൂടി ഒരു യുവാവിനെ വിശ്വസിച്ച് ഇറങ്ങിത്തിരിച്ച് സമർപ്പിച്ചതിന് ശേഷം കബളിപ്പിക്കപ്പെടുന്നു, പല രീതിയിൽ ചൂഷണം ചെയ്യപ്പെടുന്നു. ഒടുവിൽ ഒട്ടേറെ പെൺകുട്ടികൾക്ക് ഇതേപോലെ ജീവിതത്തിൻ്റെ ഈ ഒരു മനോഹരമായ മുഹൂർത്തങ്ങളാകേണ്ടി വരുന്ന സന്ദർഭത്തിൽ തന്നെ ജീവിതത്തിൻ്റെ വളരെ ഇരുണ്ട ഒരു തലങ്ങളിലേക്ക് പോകേണ്ടി വരുന്നു. ഇത് കേരളത്തിലെ യുവാക്കളിൽ കണ്ടുവരുന്ന കടുത്ത വിഷാദ രോഗത്തിൻ്റെ ഒരു ലക്ഷണമാണ്. കാരണം അവർക്ക് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും അവർ വീണ്ടും ആ പ്രണയത്തിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഭംഗിയും ചൂടുമൊക്കെ നശിച്ചു പോകുന്ന അറിയുമ്പോഴത്തേക്ക് വീണ്ടും അവർ വിഷാദത്തിലേക്ക് തള്ളിയിടപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് ആ ഒരു പ്രണയത്തിൻ്റെ ആ ഒരു, അല്ലെങ്കിൽ സൗന്ദര്യം, പ്രണയം എന്ന് പറയുന്നത് സൗന്ദര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഓക്സിജൻ പോലെയാണ് ഈ പ്രണയം എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഓക്സിജനിലേ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു കുടുംബത്തിന്റെ നിലനിൽപ്പാണെങ്കിലും കുടുംബജീവിതത്തിൽ ഏറ്റവും നിർണായകമായ പങ്കുവഹിക്കുന്ന ഒരു സംഗതിയാണ് ദാമ്പത്യം എന്ന് പറയുന്നത്. ആ ദാമ്പത്യത്തിലൂടെയാണ് കുടുംബം നിൽക്കുന്നത്. അതിലെല്ലാം സൗന്ദര്യമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഒരു പങ്കുവഹിക്കുന്നത്.
നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ജന്തുലോകത്തിൽപ്പെട്ട നമ്മളെ ജന്തുലോകത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഒരേ ഒരു ഘടകം മാത്രമാണ്. അതാണ് സൗന്ദര്യം എന്ന് പറയുന്നത്. ആ സൗന്ദര്യം നമുക്ക് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മൃഗങ്ങളുടെ അവസ്ഥയേക്കാൾ വളരെ താഴേക്കാണ് നമ്മൾ പോകുന്നത്. കാരണം മൃഗങ്ങളുടെ ലൈംഗിക ജീവിതം അല്ലെങ്കിൽ അവരുടെ ഇണചേരൽ എന്നൊക്കെ പറയുന്നത് പ്രകൃതി കൃത്യമായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. അതിന് വീഴ്ചകൾ വരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വളരെ പ്രകൃതിക്കും ആ ജന്തുവർഗത്തിനും യാതൊരു കേടും നാശവും ഇല്ലാതെ അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ മനുഷ്യനതല്ല. മനുഷ്യന് ഈ ജന്തുക്കൾക്കില്ലാത്ത ഒരു സവിശേഷമായ ഒരു സോഫ്റ്റ്വെയറും കൂടിയാണ് സോഫ്റ്റ്വെയറോട് കൂടിയാണ് പ്രകൃതി മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതായത് നമ്മളെല്ലാം തിരഞ്ഞെടുക്കണം, ഓരോന്നും ചൂസ് ചെയ്യണം. അത് നമ്മളുടെ താല്പര്യത്തിനും അതോടൊപ്പം തന്നെ സമൂഹത്തിന് ദോഷം വരാത്ത രീതിയിലും അപരന് ദോഷം വരാത്ത രീതിയിലും അപരനും സുഖം വരണം, നമുക്കും സുഖം വരണം എന്ന രീതിയിലായിരിക്കണം ഈ തെരഞ്ഞെടുപ്പുകൾ വരേണ്ടത്. ഇത് തെറ്റുമ്പോഴാണ് സ്വാഭാവികമായിട്ടും എല്ലാ സമവാക്യങ്ങളും തെറ്റുന്നത്. ഇത് തെറ്റാതിരിക്കുന്നതിനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് സൗന്ദര്യം എന്ന് പറയുന്നത്. ആ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മൾ ബാഹ്യമായ സൗന്ദര്യം നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ പുറമേ കാണുന്ന കേരളം പോലെ സുന്ദരമായ ഒരു പ്രദേശം ഇന്ന് ഇന്ത്യയിൽ തന്നെ ഇല്ല. പക്ഷെ അതേപോലെ അതിനേക്കാൾ ആ ബാഹ്യ സൗന്ദര്യത്തിനേക്കാളൊക്കെ വളരെ 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 ഔന്നത്യത്തിലുള്ള ഒരു സൗന്ദര്യം ഉള്ളിൽ ജനിക്കുമ്പോൾ മാത്രമേ ഈ കുടുംബത്തിലേക്കും വ്യക്തിബന്ധങ്ങളിലേക്കും അതിൻ്റെ ഊഷ്മളത കടന്നു വരികയുള്ളൂ. ആ വ്യക്തിബന്ധങ്ങൾ തന്നെ നിലനിൽക്കുന്ന ഈ സൗന്ദര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതില്ലാതെ വരുന്ന ഒരവസ്ഥ, ഈ സൗന്ദര്യമില്ലാതെ വരുന്ന ഒരവസ്ഥയിൽ അല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡ് ഓക്സിജനെ കടത്തിവിട്ട് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന മനുഷ്യൻ അനുഭവിക്കുന്ന ഒരു മരണവെപ്രാളമുണ്ട്. ആന്തരികമായിട്ട് ഈ ഒരു മരണവെപ്രാളത്തിൽ മലയാളി ഇന്ന് പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പ്രതിഫലനങ്ങളായിട്ടാണ് ഈ സോനയുടെ മരണവും അതേപോലുള്ള ഒട്ടനവധി. അവിടെ നമ്മൾ ജാതിയും മതത്തെയും ഒക്കെ മാറ്റി നിർത്തി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ചില പെൺകുട്ടികൾ പ്രണയിച്ച് ഈ ആൺകുട്ടികളുടെ ഈ സ്വഭാവം ഈ രീതിയിൽ മനസ്സിലാക്കി അവർ പ്രണയത്തിൽ നിന്ന് മാറുമ്പോൾ ചിലർ കുത്തിക്കൊല ചെയ്യപ്പെടുന്നു, ചിലർ ചുട്ടുകൊൽ കരിക്കപ്പെടുന്നു. ഇതൊക്കെ സംഭവിക്കുന്നത് ഈ ആൺകുട്ടികളും അവരും നമ്മുടെ പൊതുസമൂഹത്തിന്റെ ഒരു ഇരയായി മാറിയിരിക്കുകയാണ്. അവരും ഈ തീവ്ര വിഷാദ രോഗികളായി മാറിയിരിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവാണ് ഈ അടിയന്തരമായി കേരളം തിരിച്ചറിയേണ്ടതും അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. അതാണ് സോനയുടെ ആത്മഹത്യയും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്.